നിങ്ങൾ ആത്മാക്കളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കടുത്ത ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനാഥനായ തിയോ അവന്റെ വീട്ടിലേക്ക് കൂട്ടിനായി ഒരു കൂട്ടം ആത്മാക്കളെ കൊണ്ടുവരുന്ന കഥയാണ്. നമ്മുടെ കഥാനായകൻ തിയോ മറ്റുള്ളവരെ പോലെയല്ല. അവന് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ ആത്മഹത്യ നേരിട്ട് കാണേണ്ടി വന്ന ഒരു കുട്ടിയാണ് അവൻ. ആ ഒരു വലിയ ട്രോമ അവന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. അമ്മയും കൂടെ ഇല്ലാതെ വന്നതോടെ ആ വലിയ തറവാട്ട് വീട്ടിൽ തിയോ ഒറ്റക്കായി. യഥാർത്ഥത്തിൽ തിയോയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. പക്ഷേ നാട്ടുകാർ അവനെ വിളിക്കുന്നത് മെന്റൽ എന്നാണ്. കാരണം അവൻ അധികം ആരോടും സംസാരിക്കില്ല, കൂട്ടുകൂടില്ല, എപ്പോഴും അവൻ്റെതായ ഒരു ലോകത്താണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹം എങ്ങനെയാണ് ഒരു ഒറ്റപ്പെട്ട മനുഷ്യനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത് എന്ന് സിനിമ തുടക്കത്തിൽ തന്നെ കൃത്യമായി കാണിച്ചു തരുന്നു. തിയോ ഒരാളുടെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം അയാൾ പുറത്തു വെച്ച് ഒരു കേക്ക് മേടിക്കാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. ആ കേക്ക് കണ്ടപ്പോഴേ തിയോ അസ്വസ്ഥനാകാൻ തുടങ്ങി. അതിനു തിയോയ്ക്ക് മറ്റൊരു കാരണമുണ്ട്. അത് വഴിയെ പറയാം. അയാൾ ആ കേക്ക് എടുത്ത് ഒരു പീസ് തിയോക്ക് കൊടുത്തതും തിയോ അതെടുത്ത് വലിച്ചെറിഞ്ഞു. ദേഷ്യത്തിൽ കാർ ഓടിച്ചു. കൂടെ ഉണ്ടായിരുന്ന ആള് ഒരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് അയാൾക്ക് പെട്ടെന്ന് വയ്യാതായി. തിയോ പോലീസ് സ്റ്റേഷനിലുമായി. അവിടെ വെച്ചാണ് തിയോ അയ്യപ്പൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ജോലി പോയ വിഷമത്തിൽ ബൈക്ക് ഓടിച്ചു വരുന്നതിനിടെ വണ്ടിയിലെ പെട്രോൾ തീർന്നു ഒരു മരണ വീടിന്റെ മുമ്പിൽ ബൈക്ക് നിർത്തിയിട്ട് പെട്രോൾ മേടിച്ചു വന്നപ്പോഴേക്കും ആരോ ആ വണ്ടി എടുത്ത് മരണ വീടിന്റെ മുറ്റത്ത് അതെടുക്കാൻ കയറിയ തിയോയുടെ കയ്യിൽ ആരോ ഒരു റീത്ത് കൊടുത്തു. അത് അകത്തു കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിചാരിക്കുന്നത് തിയോ മരിച്ചയാളുടെ അടുത്ത ബന്ധുവാണെന്നാണ്. അതുകൊണ്ട് അവർ തിയോയ്ക്ക് വലിയ പരിഗണന നൽകുന്നു, അവനെ ആശ്വസിപ്പിക്കുന്നു. ഈ ഒരു നിമിഷമാണ് തിയോയുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർ നൽകാത്ത സ്നേഹവും പരിഗണനയും മരിച്ചവരുടെ കൂടെ നിൽക്കുമ്പോൾ തനിക്ക് കിട്ടുന്നുണ്ടെന്ന് തിയോ തിരിച്ചറിയുകയാണ്. എത്ര വിചിത്രമായ ചിന്തയാണല്ലേ. അങ്ങനെ വീട്ടിലെത്തിയ തിയോ അവൻ്റെ വീട്ടിൽ മരിച്ച ആ വർഗീസിനെ കാണുന്നു. അവൻ അയാളെ അപ്പാപ്പൻ എന്ന് വിളിക്കുന്നു. ആരുമില്ലാത്ത അവന് അവരെ കണ്ടതോടെ ആരൊക്കെയോ കൂടെ ഉണ്ടെന്ന് തോന്നലായി. അങ്ങനെ ഒരു ദിവസം അവൻ ഒരു ശ്മശാനത്തിൽ വെച്ച് ഏപ്പൻ ചേട്ടനെ വീണ്ടും കാണുന്നു. അവിടെ ഒരു വൈദ്യുത ശ്മശാനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. തിയോയുടെ അവസ്ഥ മനസ്സിലാക്കിയ അയ്യപ്പൻ ചേട്ടൻ അവനെ തൻ്റെ സഹായിയായി കൂടെ കൂട്ടുന്നു. ഇനി മുതലാണ് സിനിമയുടെ ഏറ്റവും രസകരമായ അതേസമയം മനോഹരമായ ഫാന്റസി ട്രാക്ക് ആരംഭിക്കുന്നത്. ഒരു രാത്രി തിയോ വീട്ടിലിരിക്കുമ്പോൾ അവൻ പകൽ സമയത്ത് അടക്കം ചെയ്ത ചില ആളുകൾ അവൻ്റെ മുന്നിലേക്ക് ജീവനോടെ വരികയാണ്. അതെ, ആത്മാക്കൾ. അപ്പാപ്പന് പിറകെ ഒരു അമ്മൂമ്മ വരുന്നു. പിന്നീട് പല ആത്മാക്കൾ വന്നു തുടങ്ങി. സാധാരണ സിനിമകളിലെ പോലെ വെള്ള തുണി കൊടുത്ത ഭയപ്പെടുത്തുന്ന പ്രേതങ്ങളല്ല ഇവർ. സാധാരണ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന, തമാശ പറയുന്ന ആത്മാക്കൾ. യഥാർത്ഥത്തിൽ ഇവർ ആരാണ്? ഡയറക്ടർ ഇവിടെ ഒരു വലിയ സൈക്കോളജിക്കൽ എലമെന്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ യഥാർത്ഥ പ്രേതങ്ങളല്ല, മറിച്ച് തിയോയുടെ കടുത്ത ഏകാന്തത കാരണം അവന്റെ മനസ്സ് തന്നെ സൃഷ്ടിച്ചെടുത്ത മിഥ്യാധാരണകൾ അഥവാ ഹാലൂസിനേഷനുകളാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടാതെ പോയ അപ്പൂപ്പനെയും ജ്യേഷ്ഠനെയും കൂട്ടുകാരനെയും ഒക്കെ അവൻ ഈ ആത്മാക്കളിൽ കണ്ടെത്തുകയാണ്. ആ വലിയ വീട്ടിൽ ഇപ്പോൾ ചിരിയും ബഹളവുമായി. അവർ ഒരുമിച്ച് കഞ്ഞി വെച്ച് ഉടയ്ക്കുന്നു, കഥകൾ പറയുന്നു, ചീട്ടു കളിക്കുന്നു. തിയോയുടെ മുഖത്ത് നമ്മൾ ആദ്യമായി ഒരു വലിയ ചിരി കാണുന്നത് ഈ രംഗങ്ങളിലാണ്. വീട്ടിൽ ഇപ്പോൾ ആളും ബഹളവുമായി ഒരു കുടുംബം പോലെയായി. അപ്പോൾ ഈ ആത്മാക്കൾ ഒരു കാര്യം ആലോചിക്കുകയാണ്. തിയോയ്ക്ക് ഇങ്ങനെ മാത്രം ജീവിച്ചാൽ പോരല്ലോ, അവനൊരു പെണ്ണ് വേണം. അങ്ങനെ ഈ പ്രേതങ്ങളെല്ലാം കൂടി ചേർന്ന് തിയോയ്ക്ക് പ്രണയിക്കാനുള്ള ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങുന്നു. ഇവിടെ സിനിമ തികച്ചും ഡാർക്ക് കോമഡി ട്രാക്കിലേക്ക് മാറുകയാണ്. നോബി മാർക്കോസിന്റെ കഥാപാത്രം തിയോയോട് പറയും, ഡാ, നീ പുറത്തു പോയി ഏതെങ്കിലും നല്ല പെൺകുട്ടികളെ നോക്ക്. ആരെങ്കിലും പെട്ടെന്ന് മരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്ക്. എങ്കിൽ അവരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന്. കേൾക്കുമ്പോൾ ഭീകരമായി തോന്നുന്നുവെങ്കിലും തിയോ നിഷ്കളങ്കമായി ചിരിച്ചു. അങ്ങനെ അവൻ മരണപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അത് നടക്കാതെ ഇരിക്കുമ്പോഴാണ് തിയോയുടെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി വരുന്നത്. അവൻ ആംബുലൻസ് ഓടിക്കുന്നതിനിടെ അവരുടെ മുന്നിൽ ഒരു ബൈക്കിൽ ചാരു എന്ന പെൺകുട്ടിയുടെ ഫോട്ടോ, താഴെ ആദരാഞ്ജലികൾ എന്നെഴുതിയ ഒരു ഫ്ലെക്സ് കൊണ്ടുപോകുന്നത് കണ്ടു. അവനും അയ്യപ്പൻ ചേട്ടനും കൂടെ ആ വീട്ടിലേക്ക് എത്തി. ഇവിടെ ആളുകൾക്കിടയിൽ കിടക്കുന്ന ചാരുവിനെ കണ്ട് തിയോ ഉറപ്പിച്ചു ഇവളുടെ ആത്മാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. പെട്ടെന്നതാ അവൾ എഴുന്നേൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അവൾ പണം കൊടുക്കുന്നു. ദേവിക സഞ്ജയാണ് ഈ വേഷം ചെയ്തിരിക്കുന്നത്. ചാരു വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തിയതാണ്. അവൾക്കും ഈ ലോകത്ത് ആരുമില്ല. എന്നാൽ ചാരുവിൻ്റെ വരവ് വെറുതെയല്ല. അവൾ വലിയൊരു സങ്കടം ഉള്ളിലൊടുക്കുകയാണ്. അവൾക്കൊരു മാരക രോഗമുണ്ട്. ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ചാരുവിൻ്റെ ആയുസ്. താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശവസംസ്കാരം നടത്താൻ പോലും ഈ നാട്ടിൽ ആരുമില്ല എന്ന ചിന്ത ചാരുവിനെ അലട്ടുന്നുണ്ട്.
അതെങ്ങനെയായിരിക്കുമെന്നറിയാൻ അവൾ വാടകയ്ക്കെടുത്ത ബന്ധുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവൾ അവളുടെ യഥാർത്ഥ ബന്ധുക്കളെ അന്വേഷിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി തിയോയും അയ്യപ്പൻ ചേട്ടനും അവളുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് അവളുടെ കൂടെ കൂടി. ഒരു ദിവസം അവളുടെ ഫ്രണ്ടിന്റെ അച്ഛൻ മരണപ്പെട്ടിടത്തേക്ക് തിയോയെയും അയ്യപ്പൻ ചേട്ടനെയും കൂട്ടിപ്പോയി. അവിടെയുള്ളവർ ഒരു സ്ത്രീയെ വീടിനകത്തേക്ക് കയറാൻ അയക്കാതെ ചീത്ത വിളിക്കുന്നുണ്ട്. അത് മരണപ്പെട്ട ആളുടെ രണ്ടാം ഭാര്യയായിരുന്നു. ചാരുവും തിയോയും അവിടെ നിന്ന് മടങ്ങുമ്പോൾ ചാരു ആ സ്ത്രീ വഴിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ലിഫ്റ്റ് കൊടുത്തു. അവർ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി. തിയോ അവിടെ വെച്ച് അവരോട് പറഞ്ഞു അതെൻ്റെ അമ്മയാണെന്ന്. അങ്ങനെ അവൻ്റെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ അവൻ അവരോട് പറയുന്നു. അവൻ്റെ അമ്മ മറ്റാരുടെയോ കൂടെ പോയി. ഒരു ക്രിസ്മസ് രാത്രി തിയോയ്ക്ക് കേക്കുമായി വന്ന അച്ഛൻ അവന് കേക്ക് കയ്യിൽ കൊടുത്ത് വീടിനകത്ത് കയറി ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം തിയോ ചാരുവിനോട് അവൻ ചാരുവിൻ്റെ ബന്ധുവല്ലെന്നും സത്യം പറയുന്നു. പരസ്പരം തങ്ങളുടെ ഏകാന്തതകൾ തിരിച്ചറിഞ്ഞ അവർ പെട്ടെന്ന് തന്നെ കൂട്ടുകാരാവുകയാണ്. തിയോ ചാരുവിനെ തൻ്റെ വലിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ തിയോയ്ക്ക് മാത്രമേ മറ്റുള്ളവരെ കാണാൻ കഴിയുമെങ്കിലും ആ ആത്മാക്കളുടെ സാന്നിധ്യം ആ വീടിനെ കൂടുതൽ പോസിറ്റീവ് ആക്കുന്നു. തിയോയും ചാരും തമ്മിലുള്ള പ്രണയം വളരെ പവിത്രമായ രീതിയിലാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ മരിച്ചാലും നീ എന്നെ അടക്കം ചെയ്യാനുണ്ടാകുമല്ലോ എന്ന് ചാരു ചോദിക്കുമ്പോൾ തിയോയുടെ കണ്ണ് നിറയുന്നുണ്ട്. ചാരുവിൻ്റെ അവസ്ഥ വഷളാകുമ്പോൾ തിയോ പൂർണ്ണമായും തളരുന്നു. ഇവിടെ വെച്ചാണ് അയ്യപ്പ ചേട്ടൻ തിയോയോട് ആ സത്യം പറയുന്നത്. തിയോ കാണുന്ന ഈ പ്രേതങ്ങളൊന്നും യഥാർത്ഥമല്ലെന്നും അവൻ്റെ മനസ്സിൻ്റെ ഭാവന മാത്രമാണെന്നും അയ്യപ്പ ചേട്ടൻ അവനെ മനസ്സിലാക്കി കൊടുക്കുന്നു. മരിച്ചവരല്ല മറിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് നമുക്ക് കൂട്ടുവേണ്ടത് എന്ന തിരിച്ചറിവ് അയ്യപ്പ ചേട്ടൻ അവന് നൽകുന്നു. താൻ കണ്ടുകൊണ്ടിരുന്ന ആ മാന്ത്രിക ലോകത്തു നിന്നും യഥാർത്ഥത്തിൻ്റെ കഠിനമായ ലോകത്തേക്ക് തിയോ തിരികെ വരികയാണ്. അവൻ ആ ആത്മാക്കളോട് യാത്ര പറയുന്ന രംഗം സിനിമയിലെ ഏറ്റവും വലിയ വൈകാരിക നിമിഷമാണ്. അവർ ഓരോരുത്തരായി തിയോയുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങുന്നു. തിയോ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, അവൻ്റെ മുന്നിൽ ചാരുണ്ട്. അവളുടെ അവസാന നാളുകളിൽ അവൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം നൽകാൻ തിയോ തീരുമാനിക്കുന്നു. ചാരു മരിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറം തിയോ എന്ന മനുഷ്യൻ്റെ മാനസികമായ വളർച്ചയാണ് ക്ലൈമാക്സിൽ സംവിധായകൻ കാണിച്ചു തരുന്നത്. ഏകാന്തതയെ സ്നേഹം കൊണ്ട് മറികടക്കാൻ അവന് സാധിക്കുന്നു. നമ്മുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് തിയോമാരുണ്ടാകും. ആരോടും സംസാരിക്കാതെ ഒതുങ്ങിപ്പോയവർ. അവർക്ക് നമ്മൾ നൽകേണ്ടത് പണമല്ല, മറിച്ച് ഒരൽപ്പം പരിഗണനയാണ്. ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഏകാന്തത തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മനോഹരമായ സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം. നന്ദി.